നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4ാമത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,427ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 20-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 14-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. പക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അത് ഉച്ചയ്ക്ക് 1:12 വരെ ഏകാദശി തിഥിയാണ്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. ഉച്ചയ്ക്ക് 1:12 വരെയാണ് വിഷ്ടികരണമുള്ളത്. നിത്യയോഗം മാഹേന്ദ്രനാമ നിത്യയോഗമാണ്. അത് 7:24 വരെയാണ് രാവിലെ ഉള്ളത്. അതിനുശേഷം വൈദ്യുതി നാമ നിത്യയോഗമാണ്. ഇന്ന് നാൾ തൃക്കേട്ട 11:22 വരെയാണ്. അതിനുശേഷം മൂലമാണ്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ്. ദിവസം ഇന്ന് ചൊവ്വയുടെ കുജൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 12 ഉദയം സംഭവിക്കുന്നു. അസ്തമയം സംഭവിക്കുന്നത് വൈകിട്ട് 6:41 36 അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലേതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉത്തര ദക്ഷിണ ദിക്കുകളിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്നതാണ്. ദിനമാനം, അതായത് പകലിൻ്റെ ദൈർഘ്യം വരുന്നത് 12 മണിക്കൂർ 23 മിനിറ്റ് 24 പകലിൻ്റെ ദൈർഘ്യവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ദക്ഷിണായനമാകയാൽ. ഇന്ന് രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 3:35 തുടങ്ങി 5:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 12:29 മുതൽക്ക് 2:02 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 9:24 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടാണ് വിധിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്ന് ശുഭമായിട്ടുള്ള ഒരു ദിവസമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:05 മുതൽക്ക് 12:27 വരെയും തുടർന്ന് 12:31 മുതൽക്ക് 12:53 വരെയും ഉള്ള സമയത്താണ്. 12:05 മുതൽക്ക് 12:53 വരെയുള്ള സമയമാണ് അഭിജിത് മുഹൂർത്തം. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത വരികയും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരികയും ചെയ്യുമ്പോൾ മറ്റ് നാള്, പക്കം, തിഥി മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസം അല്ല. ശത്രു ഉച്ചാടനം അഥവാ ശത്രുവധം, പ്രഹരം, ലോഹകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾക്ക്, അതുപോലെ എണ്ണ കാച്ചുക അതുപോലെ വേദകർമ്മങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്നത്തെ നാള് വർജ്യമായിട്ടുള്ളതാണ്. തിഥി ഏകാദശി തിഥിയാണ്. അത് വ്രതബന്ധത്തിനും വിവാഹാദി ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് തൃക്കേട്ട നക്ഷത്രം വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. നമസ്കാരം.